അംബ്ലി ഇസ്രങ്കൽ ഡയറക്ട് ചെയ്തിട്ടുള്ള ഇടിമഴ കാറ്റ് സിനിമ കണ്ടു. ഈ ആഴ്ച റിലീസ് ചെയ്തിട്ടുള്ള ബാക്കി മൂവീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം അലമ്പ് സാധനങ്ങളാണ്. പൊളിഞ്ഞ് പാളീസായ ടൈപ്പ് സാധനങ്ങൾ കണ്ടിട്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയായിരുന്നു. അതിന്റെ ഇടയിൽ കാണാൻ കൊള്ളാവുന്ന കുറച്ച് സമാധാനമൊക്കെ കിട്ടുന്ന ഒരു സിനിമ എനിക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വർക്കായിട്ട് ഇത് കണ്ടപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സിനിമയെ കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം തന്നെ. ഇതിന്റെ പ്ലോട്ട് കൊള്ളാം, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് എഴുതാൻ സാധിക്കുന്ന ഒരു വിഷയമാണ്, ഒരുപാട് ഉൾക്കാഴ്ചകളുള്ള ഒരു വ്യക്തിക്ക് കാണാൻ പറ്റുന്ന വിഷയമാണ്. അപ്പൊ ആ നിലയ്ക്ക് ഈ സിനിമ എനിക്ക് കുറെ കൂടി റിലേറ്റബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിൽ പറയുന്ന പല വിഷയങ്ങളും എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ ഈ ആപ് കൈസേഹോ അല്ലെങ്കിൽ മച്ചാന്റെ മാലാക പോലുള്ള ഒരു കഥയും ഇല്ലാത്ത തട്ടിക്കൂട്ട് സിനിമകളൊക്കെ കണ്ടിട്ട് ഇത് കാണാൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടല്ലോ, ഈ വിശന്നിരിക്കുന്നതിന്റെ മുമ്പിൽ ബിരിയാണി കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടായിരിക്കുമല്ലോ, അതുപോലെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്തത്. അപ്പം സിനിമയിലേക്ക് കൂടുതലായിട്ട് വരുന്ന സമയത്ത് ഈ സിനിമയെ കുറിച്ച് ഞാൻ മുൻപ് കേട്ടിരുന്നു. ഇത് നമ്മുടെ കോവിഡിനൊക്കെ മുൻപായിട്ട് ഷൂട്ട് തുടങ്ങിയ സിനിമയായിരുന്നു. കുറെ മുൻപ് റിലീസ് ആവേണ്ട മൂവി ആയിരുന്നു കേട്ടോ. പക്ഷെ അതിന് മുൻപായിട്ട് കോവിഡ് ഒക്കെ വന്നു. COVID-19 ഒക്കെ വന്ന് ആ ഒരു സിറ്റുവേഷനിൽ മൂവിയുടെ ഷൂട്ട് നിർത്തി വെച്ചു. പിന്നീട് എങ്ങാണ്ട് ഡിസംബർ മാസത്തിലാണ് പിന്നീട് വീണ്ടും ഷൂട്ട് തുടങ്ങുന്നത്. അങ്ങനെ കുറച്ച് കാലത്ത് ആ ഒരു ഗ്യാപ്പ് ഒക്കെ കഴിഞ്ഞ് സിനിമ തുടങ്ങി വെച്ചു. സോ ഈ സിനിമ കുറെ ടൈം എടുത്തു റിലീസ് ആവാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ഏതായാലും ഇച്ചിരി വൈകി വന്നാലും വളരെ മോശപ്പെട്ട 2-3 സിനിമകൾക്കിടയിൽ കുറച്ച് നല്ല സിനിമയായിട്ട് തന്നെ ഇത് കിടപ്പുണ്ട്. സിനിമയിലേക്ക് കൂടുതലായിട്ട് വരികയാണെങ്കിൽ ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ച ചെമ്പൻ വിനോദ്, ശ്രീനാഥ് ബാസി, സുദീപ് ഒപ്പ പോലുള്ള ആർട്ടിസ്റ്റുകളൊക്കെയാണ്. അപ്പം ഇത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തെ മനസ്സിലാക്കാൻ പറ്റും, ഇതൊരു മൂവി എന്നുള്ളതിനപ്പുറത്തേക്ക് വളരെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിവുള്ള ഒരു ഡയറക്ടർ, അതുപോലെ തന്നെ ഒരു റൈറ്റർ, ഇവരൊക്കെ ചേർന്നുണ്ടാക്കിയ സിനിമയാണെന്ന്. ഒരു ഫാന്റസി സംഭവമൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. അതായത് ഫാന്റസി സ്റ്റോറി ഒന്നല്ല പറയുന്നത്, പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില സമയത്ത് ഈ വിഷയത്തിൽ നിന്നും മാറിയിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും ഇതൊരു ഫാന്റസി മൂവി ആണോ എന്നൊക്കെ. നമ്മുടെ അഡ്വഞ്ചർ ഓഫ് ഓമനക്കുട്ടൻ മൂവിയൊക്കെ അല്ലേ അത്, അല്ലെങ്കിൽ ഇബിലീസ് പോലുള്ള സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഫാന്റസി മൂവി എന്നുള്ള തോന്നലില്ലേ, അതിനോട് സമമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഫാന്റസി മൂവി ഒന്നും അല്ല. പിന്നെ ഈ ഒരു മൂവി തുടക്കം തന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഭംഗിയായിട്ട് കിടക്കുന്നത്. മൂവി തുടങ്ങി കഴിഞ്ഞ് അങ്ങനെ പോകുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ ഭയങ്കര മനോഹരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. അപ്പൊ അത് കണ്ട് തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം എന്തോ ഡിഫറെന്റ് ആയിട്ട് വരാൻ പോകുന്നു എന്നുള്ള സംഭവം. അപ്പൊ ഫസ്റ്റ് ഷോട്ട് തന്നെ ഒരു കള്ളനൊരു കട്ടിൽ കൊണ്ടുപോകുന്നതാണ്. കഥയിലേക്ക് ഞാൻ കൂടുതലായിട്ട് വരുന്നില്ല കേട്ടോ. പക്ഷെ ഈ കട്ടിൽ കൊണ്ടുപോകുന്ന സമയത്ത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് സ്റ്റൈൽ ഉണ്ട്. ആ ഒരു ഭൂമിക എന്നൊക്കെ പറയും. കഥ നടക്കുന്ന പ്രദേശത്തെ ഇവർ കൊണ്ടുവന്ന രീതിയാണെങ്കിലും മേക്ക് ചെയ്ത രീതിയാണെങ്കിലും ഒക്കെ കാണുമ്പോഴേ നമുക്കറിയാം ഡിഫറെന്റ് ആയിട്ട് എന്തോ പറയാൻ പോകുന്നു എന്ന്. പിന്നെ പിന്നെ പതിയെ പതിയെ പോയി ഇത് കേരളത്തിലെ പല പല ഏരിയകളിൽ നടക്കുന്ന കഥയായിട്ടാണ് കാണിക്കുന്നത്. ഒരു കഥ നടക്കുന്നത് പാലക്കാടാണെങ്കിൽ മറ്റൊരു കഥ നടക്കുന്നത് തൃശ്ശൂരാണ്, പിന്നെ നടക്കുന്നത് ട്രിവാൻഡ്രത്തോ, അങ്ങനെ പല പല ഏരിയയിലാണ്. പക്ഷെ ഈ പറയുന്ന കഥകളും പല ഏരിയകളാണെങ്കിലും ആന്തോളജി മൂവി ആയിട്ടല്ല പോയിട്ടുള്ളത്. ഇത് പല സ്ഥലത്ത് നടക്കുന്ന കുറെ കഥാപാത്രങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂട്ടിക്കെട്ടിയിട്ട് ഒന്നിച്ച് ചേർത്തൊരു കഥയായിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്. മാത്രമല്ല കേരളത്തിന്റെ കഥയാണ് പറയുന്നതെങ്കിലും ഇതിൽ ഒരുപാട് കാണാൻ പറ്റുന്നത് ബംഗാളികളാണ്. കേരളം ഇപ്പം ബംഗാളികൾ മൊത്തത്തിൽ കൈയടക്കി വെച്ചൊരു സാഹചര്യത്തിൽ ഈ മൂവി ഒരുപാട് റെലവെന്റ് ആവുന്നുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. ഈ ബംഗാളികളിലൂടെ പോയിട്ട് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ബംഗാളികളോടുള്ള മനോഭാവം, അതുപോലെ ബംഗാളികൾ കേരളത്തിൽ ഒരുപാട് സജീവമാകുന്നു, കേരളത്തോടെ ഇടപഴകി ജീവിക്കുന്ന അവരുടെ ജീവിത രീതി, ശൈലി എല്ലാം കാണിക്കുന്നുണ്ട് സിനിമ. അതേപോലെ തന്നെ ഈ പറഞ്ഞ പല കഥാപാത്രങ്ങളിലൂടെ പോകുന്ന സമയത്ത് പല ജില്ലകൾ കാണിക്കുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ഭാഷ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട്, പാലക്കാടിലേക്ക് വരുമ്പോൾ പാലക്കാടൻ ഭാഷ, അതുപോലെ തന്നെ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഭാഷ, മലപ്പുറത്തേക്ക് വരുമ്പോൾ അവിടുത്തെ ഭാഷ, ആ ഭാഷയെല്ലാം വളരെ ഭംഗിയായിട്ട് ഇവർ യൂസ് ചെയ്തിട്ടുണ്ട് സിനിമയ്ക്കകത്ത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതര സംസ്ഥാന തൊഴിലാളികളെ ഒരുപാട് സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ടെങ്കിലും അവരൊക്കെ ഇവിടെ വരുന്നത് ജോലിക്ക് വേണ്ടി മാത്രമാണോ, അവർക്ക് വേറെ വല്ല ഉദ്ദേശങ്ങളുണ്ടോ, ലക്ഷ്യങ്ങളുണ്ടോ എന്ന് തുടങ്ങിയ പല കാര്യങ്ങളും സിനിമ ചർച്ച ചെയ്യാനും നമുക്ക് ഇട്ട് തരുന്നുണ്ട്. ഇതിനകത്ത് പൂജാദേവ് ചെയ്യുന്ന സൗഖ്യത എന്ന് പറഞ്ഞ ക്യാരക്ടറിലൂടെയാണ് ഈ സിനിമ മൊത്തത്തിൽ പോകുന്നത്. ഈ ക്യാരക്ടറാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലുമായിട്ട് ഓരോരോ കഥാപാത്രങ്ങളിലൂടെ കഥയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ചെമ്പൻ വിനോദ് ചെയ്യുന്ന കഥാപാത്രം, സുദീപ് കോപ്പ ചെയ്യുന്ന കഥാപാത്രം, ശരൺജിത്ത് ചെയ്യുന്ന കഥാപാത്രം, ശ്രീനാഥ് ബാസി ചെയ്യുന്ന കഥാപാത്രം, ഈ 4 കഥാപാത്രങ്ങളെ കൂട്ടിക്കെട്ടി കൊണ്ടുപോകുന്നത് സൗഖ്യത എന്ന് പറയുന്ന പൂജയുടെ ക്യാരക്ടറാണ്. അപ്പൊ ഈ 4 കഥാപാത്രങ്ങളും തുടക്കത്തിൽ നമുക്ക് എന്താണെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഈ ഒരു സിനിമയ്ക്ക് ഒരു കഥയുടെ സ്വഭാവമാണുള്ളത്. നമ്മൾ ഈ കഥകളൊക്കെ വായിക്കുമ്പോൾ ഒരു കുറച്ച് ലെങ്തി ആയിട്ടുള്ള സ്റ്റോറി വായിക്കുമ്പോൾ അല്ലെങ്കിൽ നോവലൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. എന്താണ് ഈ മൂവിയിൽ പറയാൻ പോകുന്നത്, എന്താണ് ഇവിടെ സംഭവിക്കുക എന്നുള്ള ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. ആ ക്യൂരിയോസിറ്റിയെ നിലനിർത്തുന്ന രീതിയിൽ കഥയുടെ ഒരു സ്വഭാവത്തിൽ തന്നെയാണ് പോകുന്നത്. നമുക്കൊരു ഫസ്റ്റ് ഒരു ഇന്റർവെൽ കഴിയുന്നവരേക്കും എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഈ കഥാപാത്രങ്ങൾ തമ്മിൽ, പല ജില്ലകളിലുള്ള കഥാപാത്രങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നൊന്നും ഒരു ധാരണയും കിട്ടില്ല. ഇതിനകത്ത് സൗഗത എന്ന് പറയുന്ന ക്യാരക്ടർ തന്നെ ഒരു പെട്ടി അന്വേഷിച്ചാണ് വരുന്നത്. കേരളത്തിലേക്ക് തൊഴിൽ ചെയ്യാനായി വരുന്ന സൗഗതയ്ക്ക്
അവൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ബോക്സ് കയ്യിൽ നിന്ന് നഷ്ടാവുന്നു. ഈ ബോക്സ് അന്വേഷിച്ച് വരുന്ന ഇവള് കേരളത്തിലെ പല പല ജില്ലകളിൽ ഇത് അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പൊ ഈ 4 കഥാപാത്രങ്ങളിലൂടെ അവളുടെ അന്വേഷണം തുടരുമ്പോൾ നമുക്ക് എന്താണ് ഇവർ തമ്മിൽ ആ ഒരു കണക്ഷൻ കിട്ടുന്നില്ല. പക്ഷെ പതിയെ ആ ഒരു ഇന്റർവെല്ലിലേക്കൊക്കെ എത്തുമ്പോൾ ഇവരുടെ കണക്ഷൻ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു കഥ വായിക്കുന്ന സന്തോഷവും അതുപോലെ തന്നെ കഥ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമൊക്കെ ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു സസ്പെൻസ് അതിനകത്ത് കിടപ്പുണ്ട്. ഈ കഥകളിലൊക്കെയാണ് സാധാരണ ഇങ്ങനെ കാണാൻ പറ്റുക. അപ്പൊ ഈ 4 കഥാപാത്രങ്ങളെയും ഉണ്ടാക്കി വെച്ച രീതിയൊക്കെ ആണെങ്കിലും അവരെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന രീതിയൊക്കെ ആണെങ്കിലും വളരെ മനോഹരമായിട്ട് നല്ല രീതിക്ക് കഥയൊക്കെ എഴുതാൻ കഴിയുന്ന, അത്യാവശ്യം നല്ല രീതിക്ക് ചിന്താശേഷിയൊക്കെ ഉള്ള, കുറച്ചൊക്കെ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, കഥാപാത്രങ്ങളെ കൂട്ടിക്കെട്ടാൻ പറ്റുള്ളൂ. അപ്പൊ ഈ കഥാപാത്രങ്ങളിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന സംഭവം തന്നെ വിഭ്രാന്തിയാണ്. ഈ വിഭ്രാന്തി എന്ന് പറയുന്നതിന് പല സിനിമകളിലും വളരെ മോശമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഈ സിനിമയ്ക്കകത്ത് അതിന് വളരെ പോസിറ്റീവായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 4 കഥാപാത്രങ്ങൾക്കും 4 തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഒറ്റ നോട്ടത്തിൽ നമുക്കത് മാനസിക പ്രശ്നമായിട്ട് തോന്നുകയാണെങ്കിലും അത് അത്ര സുഖകരമായിട്ടുള്ള പ്രശ്നമല്ല. ഈ അനുഭവിക്കുന്ന കഥാപാത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നങ്ങളല്ല. അവർ വളരെ എൻജോയ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് അതൊക്കെ. നമ്മളിപ്പോ എല്ലാ ആളുകൾക്കും മാനസികമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. നമ്മളാരും പെർഫെക്റ്റ് ആയിരിക്കില്ല, ഓക്കെ ആയിരിക്കില്ല. പക്ഷെ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വളരെ മനോഹരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതിനകത്ത് ശരൺജിത്ത് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. പുള്ളിയുടെ ആ ഒരു മാനസിക വിഭ്രാന്തിയൊക്കെ കാണിക്കുന്ന സമയത്ത് സൂഫിസും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് എന്തൊരു ബ്യൂട്ടി ആയിട്ടാണെന്നറിയാം അവരത് കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ശ്രീനാഥ് ബാസിന്റെ പൊളിറ്റിക്സ്, ഈ സിനിമയ്ക്കകത്ത് പൊളിറ്റിക്സ് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. ശ്രീനാഥ് ബാസിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം പറയേണ്ട കാര്യമാണ്. പൊളിറ്റിക്സിനെ വളരെ അധികം ബ്രില്യൻ്റ് ആയിട്ട് ഉപയോഗിച്ചൊരു മൂവി കൂടിയാണിത്. അപ്പോൾ ശ്രീനാഥ് ബാസി എല്ലാ കാര്യങ്ങളെയും പൊളിറ്റിക്കലി ചിന്തിക്കുന്ന, അതിനെ അങ്ങനെ കാണുന്ന എടുക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ഇയാൾ പറയുന്ന പല പൊളിറ്റിക്സും നമുക്കും ചിന്തിക്കാനുള്ള പല അവസരങ്ങൾ ഇട്ട് തരുന്നുണ്ട്. ആ ഒരു ട്രാക്ക് പിടിച്ചത് നല്ല രസമായിരുന്നു. അതുപോലെ തന്നെ പ്രണയം ഒരു മനുഷ്യനെ ഭ്രാന്തനാക്കുന്നു, ലോകത്തോടുള്ള സ്നേഹം ഒരു മനുഷ്യനെ ഭ്രാന്താക്കുന്നു. അപ്പൊ ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഭ്രാന്തല്ല. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവരുടെ മനസ്സിനകത്തൊക്കെ ഇടിയും മഴയും കാറ്റും ഒക്കെ നടക്കുന്നുണ്ട്. അവരുടെ മാത്രമല്ല നമ്മുടെയൊക്കെ മനസ്സിനകത്തുണ്ട്. പക്ഷെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാത്ത കാലത്തോളം അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ ഇതിനകത്ത് ഈ മാനസിക പ്രശ്നം അനുഭവിക്കുന്ന ആർക്കും തന്നെ ഒരു പ്രശ്നവും ഇല്ല. അവരുടെ ആ ഒരു പ്രശ്നത്തിൽ അവർക്കാർക്കും ബുദ്ധിമുട്ടേ ഇല്ല. പക്ഷെ അതൊക്കെ നാട്ടുകാർക്കാണ് പ്രശ്നം. നാട്ടുകാരാണ് അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഏതായാലും ഇത്രയും ഭംഗിയായിട്ട് ഈ ഉന്മാദമാണെങ്കിലും വിഭ്രാന്തി ആണെങ്കിലും ഒക്കെ അതിനൊക്കെ കൊണ്ടുവരിക ഒരു സിനിമയ്ക്കകത്ത് എന്ന് പറയുന്നതും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ 4 കഥാപാത്രങ്ങളുടെ അലച്ചില്, ഇവരുടെ മാനസിക പ്രശ്നങ്ങൾ, ഈ പറയുന്ന സൗഹൃദയുടെ ബോക്സ് കണ്ടെത്തി തുടങ്ങിയ ഒരുപാട് ലക്ഷ്യങ്ങളിലൂടെ സിനിമ പോകുന്നുണ്ട്. സിനിമയുടെ സെക്കൻഡ് ഹാഫ് ഒക്കെ മുഴുനീള യാത്രയിലൂടെയാണ് സിനിമ പോയിട്ടുള്ളത്. ഇതിനകത്ത് നമ്മുടെ സെന്തിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, പോലീസ് ക്യാരക്ടറാണ്. ഈ സെന്തിലിന്റെയും ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ കണ്ട കലാഭവമണിയെ ഓർമ്മിപ്പിക്കുന്ന ആ രൂപവും ശബ്ദവും സംഭവമൊക്കെ തന്നെയാണ്. അപ്പൊ സെന്തിലിന്റെ ക്യാരക്ടർ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ആയിരുന്നു. കേരളം പോലെ തന്നെ ലൊക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ള ഒന്നാണ് കൊൽക്കത്ത എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയോ? ഇതൊരു മറ്റൊരു ഭാഷാ ചിത്രമായിട്ട് കൂടി നമുക്ക് പരിഗണിക്കാൻ പറ്റും. അതായത് ഈ മൂവി കൊണ്ടുപോയി കൊൽക്കത്തയിൽ കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ മൂവി ആണെന്ന് അവർക്ക് പറയാൻ പറ്റും. നമുക്ക് ആ ഒരു പശ്ചാത്തലത്തിലേക്ക് പോകുമ്പോൾ കഥ അങ്ങോട്ട് പോകുന്ന സമയത്ത് ശരിക്കും ആ ഒരു കൊൽക്കത്തയിൽ നടക്കുന്ന പോലെ, അല്ലാണ്ട് ഒരു മലയാളം സിനിമ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്ത പോലെ ഒരു ഫീൽ അല്ല. ശരിക്കും ഇത് കൊൽക്കത്ത ആ ഒരു സ്ഥലത്ത്, ആ നഗരത്തിൽ നടക്കുന്ന കഥയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഭാഷയാണെങ്കിൽ പോലും ഉണ്ടല്ലോ വളരെ ഭംഗിയായിട്ട് ഇവർ ആ ഭാഷയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ബംഗാളി ഭാഷയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് അവിടുത്തെ ആർട്ടിസ്റ്റുകളൊക്കെ ഈ മൂവിക്കകത്ത് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എല്ലാവരും ഭംഗിയായിട്ട് ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിനകത്ത് എനിക്ക് പ്രത്യേകം പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യമാണ്, ഇതിനകത്ത് ഒരുപാട് ഫ്രെയിമുകളുണ്ട്. പല ഷോട്ടുകളും നോക്കുന്ന സമയത്ത് അതിനകത്ത് വെച്ചിരിക്കുന്ന ഫ്രെയിം എന്ന് പറഞ്ഞാൽ വളരെ യുണീക്ക് ആയിട്ട് വളരെ ബ്യൂട്ടി ആയിട്ടുള്ള ഫ്രെയിമുകളാണ്. അത് എന്ത് ഭംഗിയെന്ന് അറിയാം കാണാൻ. ഒരു സീനുണ്ട്, ഒരു സ്ത്രീ ഒരു വീടിന്റെ മുമ്പിൽ പച്ച കുടക്ക് വെച്ചിട്ട് വെക്കുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ ആ പച്ച കുടം വെച്ച ആ ഒരു സമയത്തൊക്കെ ആ സ്ത്രീയൊക്കെ വരുന്ന ആ ഫ്രെയിമൊക്കെ എന്ത് രസമാണെന്നറിയാം കാണാൻ. അത് ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് വളരെ യുണീക്ക് ആയിട്ടുള്ള സംഭവമായിട്ട് നമുക്ക് തോന്നുന്ന ഷോട്ട് കണ്ടാൽ, ഇനിയിപ്പോൾ ഛായാഗ്രഹകന്റെ ആണെങ്കിൽ പോലും വളരെ യുണീക്ക് ആയിട്ടുള്ള ഫ്രെയിമായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനത്തെ കുറച്ച് യുണീക്ക് ആയിട്ടുള്ള സംഭവമുണ്ട്. പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്ത കളർ ടോൺ ആണെങ്കിലും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവമാണ്. ഈ സിനിമയെ വളരെ യുണീക്ക് ആക്കുന്നതിൽ ഇതിന്റെ കളർ ടോൺ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ യുണീക്ക് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. പിന്നെ സിനിമ ഇത്രയൊക്കെ യുണീക്ക് ആയിട്ട് പല ഷോട്ടുകളും വെച്ച് ഫ്രെയിമുകളും വെച്ച് കഥ പറഞ്ഞു പോകുന്നെങ്കിലും, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള വിഷയം കൊണ്ടുവരുന്നെങ്കിലും, വളരെ ഭംഗിയായിട്ട് അതൊക്കെ ചെയ്യുന്നെങ്കിൽ കൂടിയും സിനിമയുടെ അവസാനം എന്ന് പറയുന്നത് ഈ ഇടി മഴ കാറ്റ് എന്ന് പറയുന്ന ഓരോ കഥാപാത്രങ്ങളും അവരുടെ മനസ്സിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ അവരെങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ളതാണ് സിനിമയുടെ അവസാനം കാണിക്കുന്നത്.
അപ്പോൾ സിനിമ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു വലിയ പ്രശ്നമായിട്ട് വരുന്നത് വളരെ ഭംഗിയായിട്ടുള്ള ഒരു പ്രമേയമാണ്, വളരെ ഡിഫറെന്റ് ആയിട്ട് യൂണീക്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. സാഹിത്യകാരനായിട്ടുള്ള അമൽ തിരപ്പൻകോടാണ് സിനിമയുടെ കഥ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ സാഹിത്യകാരന്റെ സാഹിത്യം ഈ സിനിമയ്ക്കകത്ത് കൃത്യമായിട്ട് കാണാനുണ്ട്. വളരെ ക്രിയേറ്റീവ് ആയിട്ട്, പറഞ്ഞ പോലെ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കാണ്, വളരെ ഭംഗിയായിട്ട് സാധനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചൊരു കഥ സിനിമയാക്കിയ സമയത്ത് സ്ക്രിപ്റ്റിലാണെങ്കിലും ഡയറക്ഷനിലാണെങ്കിലും കുറച്ചധികം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും എഴഞ്ഞെഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് ഭംഗിയായിട്ട് അവസാനിപ്പിക്കാവുന്ന, കുറച്ചുകൂടി അത് ചുരുക്കിയിട്ട് നല്ല രീതിക്ക് കഥ പറയാവുന്ന ഒരു സംഭവത്തെ കൊണ്ടുപോയിട്ട് എഴച്ച് സാധനമാക്കി മാറ്റിയിട്ടുണ്ട്. അതിന്റെ സെക്കൻഡ് ഹാഫിലാണ് ഈ എഴച്ചിൽ കൂടുതലായിട്ട് വരുന്നത്. അതാണ് സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് സിനിമ ഏതെങ്കിലും ഘട്ടത്തിൽ എങ്ങനെയും അവസാനിച്ച് കിട്ടിയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അപ്പം സിനിമ മൊത്തത്തിൽ വരുമ്പം ഈ ഒരു പ്രശ്നം കാരണം, എഴച്ചിൽ കാരണമാണ് സിനിമ വൻ പ്രശ്നമായിട്ട് വരുന്നത്. ഒന്നും കൂടി ചുരുക്കി ചുരുക്കി പറഞ്ഞിരുന്നെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു വിഷയമാകുമായിരുന്നു, വളരെ യുണീക്ക് ആയിട്ടുള്ള പ്രമേയമാകുമായിരുന്നു. ഇതിന്റെ ഡയറക്ഷൻ ആണെങ്കിലും അതുപോലെ സ്ക്രിപ്റ്റ് ആണെങ്കിലും ഈ ഒരു സിനിമയുടെ ഭംഗിയെ കളയാൻ ഒരുപാട് കൂട്ടുനിന്നിട്ടുണ്ട്. അത് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമയിൽ മറ്റു ക്യാരക്ടേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാരുടെ അഭിനയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെമ്പൻ വിനോദിന്റെയും ശ്രീനാഥ് ബാസിയുടെ ഒക്കെ ക്യാരക്ടർ തന്നെ നാട്ടും പുറത്തുകാരായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അപ്പൊ ചെമ്പന്റെ ആ ക്യാരക്ടർ ആണെങ്കിലും ശ്രീനാഥൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സുധി കോപ്പയുടെ ക്യാരക്ടർ വളരെ ശാന്തനായിട്ടുള്ള, ലോകത്തെ മൊത്തം സ്നേഹിക്കുന്ന ക്യാരക്ടർ. ഷലൻജിത്ത് ചെയ്ത ബുഹാരി എന്ന് പറയുന്ന ക്യാരക്ടർ, ഇവരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സെന്തിലിന്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ നായികയായിട്ട് വന്നിട്ടുള്ള പൂജാദേവിനെ കുറിച്ച് പ്രത്യേകം പറയണം, വളരെ ഭംഗിയായിട്ട് ചെയ്തൊരു ക്യാരക്ടർ ആട്ടോ. അതായത് നമുക്ക് ശരിക്കും ഒരു ബംഗാളി ടച്ച് കിട്ടുന്നുണ്ട്. നമുക്ക് ആ ബംഗാളികളെ, നമ്മൾ കണ്ട് ശീലിച്ച ബംഗാളികളോട് കിടപിടിക്കുന്ന ലുക്കാണ് അവർക്ക്, അഭിനയമാണ് അവർക്ക്. പിന്നെ നമുക്ക് സിനിമയിൽ മൊത്തത്തിൽ അവരുടെ ആ ഒരു യാത്രയുടെ കൂടെ പോവാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ സെന്തിലിന്റെ ക്യാരക്ടർ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ആയിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ ചെമ്പൻ വിനോദിന്റെ വൈഫായിട്ടാണ് ഗീതി സംഗീത ഒരു കഥാപാത്രം ചെയ്തത്. സത്യം പറയാലോ, മലയാള സിനിമയിൽ ഗീതി സംഗീതയെ ചുരുളി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിച്ച സിനിമയാണത്. കാരണം അവർ നല്ല കഴിവുള്ള ആർട്ടിസ്റ്റാണ്. പക്ഷെ കുറെ കാലമായിട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ട് ഈ തൊഴിലുറപ്പ് പണിക്ക് പോകുന്ന ആള്, അല്ലെങ്കിൽ കുറെ നാട്ടുകാർക്കിടയിൽ ഒരാൾ, അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതിനൊക്കെ മറികടന്നിട്ട് ഇവർക്ക് നല്ലൊരു സ്പേസ് കൊടുത്തു. ഇവരുടെ കഴിവിന് അർഹിക്കുന്ന, അവർക്ക് പറ്റിയിട്ടുള്ള ആ കഴിവിനെ കാണിക്കാൻ പറ്റിയൊരു കഥാപാത്രം കൊടുത്തു. അതും ഗീതിയുടെ കരിയറിലെ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് കൂട്ടാൻ പറ്റുന്ന ഒന്നാണ് ഇതിനകത്ത് ചെമ്പന്റെ വൈഫായിട്ടുള്ള ക്യാരക്ടർ. നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള സ്പേസ് കിട്ടി, നല്ല ഭംഗിയായിട്ട് ചെയ്തു. നമുക്ക് ഗീതിയുടെ കഴിഞ്ഞ് ഇതുവരെ കിട്ടാത്ത ഒരു ഫ്രഷ്നെസ് ഈ ക്യാരക്ടറിൽ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ തൊട്ടപ്പൻ ഫെയിം ആയിട്ടുള്ള പ്രിയംവദ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ ആ ഒരു ക്യാരക്ടർ വെച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള, ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള പല സംഭവം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ മൊത്തത്തിൽ നോക്കുമ്പോൾ ആർട്ടിസ്റ്റുകളൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി നോക്കുകയാണെങ്കിലും നല്ല മേക്കിംഗ് സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഇനി ടെക്നിക്കൽ സൈഡിലേക്ക് കൂടുതലായിട്ട് വരികയാണെങ്കിൽ സിനിമയുടെ സിനിമാറ്റോഗ്രഫി തന്നെ പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമാണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും ഭംഗിയായിട്ട് പല ഫ്രെയിംസും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനകത്ത് പല കളർ ടോണും അടിപൊളിയായിട്ടുണ്ട്. DA വർക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രെയിംസിന്റെ ബ്യൂട്ടി പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിനകത്ത് ആ ഒരു കഥാഭൂമിക. ഓരോ കഥയ്ക്കും അനുസരിച്ച്, അല്ല ഓരോ ലൊക്കേഷനും അനുസരിച്ച് ഏറ്റവും ഭംഗിയായിട്ടാണ് ഇതിനകത്ത് എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. ടെക്നിക്കൽ സൈഡിൽ ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുപോയ ഒന്നാണ് സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്. പിന്നെ ഗൗരി ലക്ഷ്മി ആദ്യമായിട്ട് സംഗീത സംവിധായകയുടെ കുപ്പായം അണിയുന്ന സിനിമ കൂടിയാണിത്. സംഗീത സംവിധാനത്തെ കുറിച്ച് പ്രത്യേകം പറയണം. ഈ സിനിമയിൽ ഏറ്റവും ഭംഗിയായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയ ഒന്നാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത്. അതും ഈ ചെമ്പന്റെ ഒക്കെ ഭാഗം വരുന്ന സമയത്തൊക്കെ നല്ല രസമായിരുന്നു കേൾക്കാൻ. ഒരു ഫ്ലോ കിട്ടുന്നുണ്ട്. ഗൗരിലക്ഷ്മിയുടെ ആദ്യത്തെ ആ ശ്രമം തന്നെ വളരെ മനോഹരമായി എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ആർട്ട് വർക്കിനെ കുറിച്ച് പറയുമ്പം ആർട്ട് വർക്ക് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറച്ചൊക്കെ പണി ചെയ്യാനുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് ആ ഒരു കഥയ്ക്കൊക്കെ ചേരുന്ന രീതിക്ക് ആർട്ട് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സിനിമയുടെ എഡിറ്റിങ്ങിനെ കുറിച്ചും പറയണം. ഈ ഒരു സിനിമയിൽ പലപ്പോഴും എഡിറ്റിംഗ് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പല ഭാഗത്തും ഇഴച്ചിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ എഡിറ്റർ മാത്രമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല. ഡയറക്ടർ വിചാരിക്കുന്നിടത്താണ് ആ സിനിമയുടെ കഥയുടെ നീളമൊക്കെ കൂടുന്നത്. അതുകൊണ്ട് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും സിനിമ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് തന്നെ പോയിട്ടുണ്ട്. സിനിമയുടെ ഈ സ്ക്രിപ്റ്റിലുള്ള പ്രശ്നവും അതിന്റെ ഇഴച്ചിലും കാരണം മാത്രമാണ് സിനിമ ഒരു പ്രശ്നമായിട്ട് തോന്നിയത്. അല്ലാത്ത പക്ഷം നോക്കുകയാണെങ്കിൽ മലയാള സിനിമയിലെ തന്നെ വളരെ യുണീക്ക് ആയിട്ടുള്ള ക്രിയേറ്റീവ് സെൻസുള്ള ഡയറക്ടർ കൊണ്ടുവരുന്ന വർക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ പറയുന്ന ഡയറക്ടറായിട്ടുള്ള അമ്പിളിയുടെ മുൻപത്തെ വർക്ക് എനിക്ക് അറിഞ്ഞുകൂടാ. പുള്ളിയുടെ ഒരു ഫിലിമിലെ ഒരു പശ്ചാത്തലം കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് അമ്പിളിയുടെ വർക്ക് അടിപൊളിയാണ്. അതുപോലെ തന്നെ ഒപ്പമുള്ള എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ഒന്നുകൂടി നന്നാക്കായിരുന്നു എങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു വർക്കായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളൊരു സംഭവം മാത്രമാണ് എനിക്കിത് പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്.
ഏതായാലും മലയാള സിനിമയിൽ ഈ വർഷം വളരെ വളരെ മോശം സിനിമകൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കുറച്ചൊക്കെ സമാധാനിക്കാവുന്ന ടൈപ്പ് ഓഫ് സിനിമയാണ്. പക്ഷെ ഈ സിനിമ എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടില്ല എന്നുള്ളതും വേറെ കാര്യമായിട്ട് അതും പ്രത്യേകമായിട്ട് എടുത്തു പറയണം. ഇത് എല്ലാവരുടെയും ഒരു ടേസ്റ്റിന് പറ്റിയ സിനിമയല്ല. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള യൂണീക്ക് ആയിട്ടുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ച് കൂടുതലായിട്ട് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള സിനിമയാണ്. അല്ലാത്ത പക്ഷം ഈ സിനിമ എല്ലാവർക്കും ഓക്കെ ആവണമെന്നില്ല, അതും പ്രത്യേകമായിട്ട് പറയുന്നു. ഏതായാലും 2025 കഴിഞ്ഞ് 2ാമത്തെ മാസം കഴിഞ്ഞ് 3ാമത്തെ മാസത്തിലേക്ക് കയറി കഴിഞ്ഞു. ഈ 3 മാസങ്ങൾക്കിടയിലെ സിനിമകൾ നോക്കുകയാണെങ്കിൽ കൂട്ടത്തിൽ കുഴപ്പമില്ലാത്ത സിനിമകളുടെ കൂട്ടത്തിൽ പരിഗണിക്കാൻ പറ്റുന്ന ഇച്ചിരി യൂണീക്കായ സിനിമയായിട്ട് കൂട്ടാൻ പറ്റുന്ന സിനിമയാണ് നമ്മുടെ ഈ പറയുന്ന ഇടി മഴ കാറ്റ്.